നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 17. അഴലെഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്ക് തൂക്കിയാത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ. നമ്മുടെ ജീവിതം ഒരത്ഭുതം തന്നെ. ഒരു പനിനീർപ്പൂ കാണുമ്പോൾ എത്ര അഴകുള്ളതായി തോന്നുന്നു. വാർദ്ധക്യകാലത്ത് കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരുമ്പോൾ ആത്മാവ് തന്നെ ഇരുണ്ടു പോകുന്നത് പോലെ തോന്നും. നാം വെളിച്ചത്തെ അത്ര കണ്ടു സ്നേഹിക്കുന്നു. എന്നാൽ വേനൽക്കാലത്ത് അസഹ്യമായ ചൂടും വെളിച്ചവും വരുമ്പോൾ നാം മുറിക്കകത്തു കയറി ജനലിൻ്റെ കർട്ടനെല്ലാം വലിച്ചിട്ട് ഇരുണ്ട വെളിച്ചത്തിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കണ്ണിന് വല്ല രോഗവും വന്നാൽ പിന്നെ ഇരുണ്ട ചില്ലുള്ള കണ്ണട വെച്ചാലേ സുഖം തോന്നുകയുള്ളൂ. കർക്കശമായ ശബ്ദം കാതിൽ തുളച്ചു കയറുമ്പോൾ നാം കാതു പൊത്തുന്നതും മധുരമായ ഗാനനിർജ്ജരി വരുമ്പോൾ കാത് കൂർപ്പിച്ച് അത് കേട്ട് രസിക്കുന്നതും ഓർത്തു നോക്കുക. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും നമ്മെ രമിപ്പിക്കുന്ന പ്രകാശവത്തായ സുഖം കുടികൊള്ളുന്നുണ്ടെങ്കിലും വെളിച്ചം, ശബ്ദം, രസം, സ്പർശം, മണം എന്നിവയുടെ കൂടുതലും കുറവും നമ്മെ എത്രയാണ് ദുഃഖിപ്പിക്കുന്നത്. നമ്മുടെ കാതും ത്വക്കും കണ്ണും നാക്കും മൂക്കും എല്ലാം ശരിയായി തന്നെ ഇരുന്നാലും നാം ഉറങ്ങിക്കിടക്കുമ്പോഴും ബോധരഹിതരായിരിക്കുമ്പോഴും എത്ര തന്നെ ഉദ്ദീപനം വെളിയിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങളിലേക്ക് വന്നാലും ചിത്പ്രകാശം അവയെ ഉണർത്തുന്നതുവരെ അവ നിഷ്ക്രിയമായിരിക്കുകയുള്ളൂ. ഇളവെയിലിൽ ചാഞ്ചാടി നിൽക്കുന്ന പനിനീർ പൂക്കളുടെ അഴക് നോക്കി നിന്ന് നാം രസിക്കുമ്പോൾ പൂവിൻ്റെ രൂപമോ നിറമോ മാത്രമല്ല നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അവയുടെ ദലങ്ങളിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പ്രകാശം നാഡീപടലങ്ങളിലും മസ്തിഷ്കത്തിലും ഉണ്ടാക്കുന്ന ഊർജ വിക്ഷേപങ്ങളും അതിസൂക്ഷ്മമായ പലമാതിരി രേണുക്കളുടെ വിസ്ഫോടനങ്ങളും സംജാതമാക്കുന്ന വികാരഭേദങ്ങൾ കൂടിയാണ്. ഈ സംവേദനങ്ങളിൽ ഒട്ടുമുക്കാലും ആവർത്തിച്ചുണ്ടായിട്ടുള്ള അനുഭവം കൊണ്ട് സ്വീകാര്യമായി തീർന്ന വേദനകൾ തന്നെയാണ്. നാം ഒരു വസ്തുവിനെ അറിയുന്നത് പശ്ചാത്തലത്തിൽ നിന്നും ഇതര വസ്തുക്കളിൽ നിന്നും അന്യഥാകരിച്ചാണ്. വസ്തുക്കൾ കണ്ണിന് വിഷയമാകണമെങ്കിൽ ഇരുട്ടും വെളിച്ചവും വേണം. ഇതെല്ലാം ആലോചിച്ചു നോക്കുമ്പോൾ ശരീരിയായ ഈ ജീവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തൂക്കിവിളക്കിന് തുല്യമാണ്. ഈ പ്രപഞ്ചത്തെപ്പറ്റിയും അങ്ങനെ പറയാവുന്നതാണ്. പ്രപഞ്ചത്തെപ്പറ്റി പറയുമ്പോൾ അതിൽ 5 ഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നു. ജീവനെ പറ്റി പറയുമ്പോൾ അതിൽ 5 ഇന്ദ്രിയങ്ങൾ കാണുന്നുണ്ട്. ചലനാത്മകമായ പ്രപഞ്ച സംക്രമണം എന്ന് തുടങ്ങിയെന്ന് ആർക്കും ഉറപ്പിച്ചു പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇതിനെ അനാദി എന്ന് പറയാം. പഞ്ചഭൂതങ്ങളിൽ അവയുടെ ധർമ്മമിരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽ സംവേദനാരൂപത്തിൽ വിഷയങ്ങളെ ആവിഷ്കരിക്കാനുള്ള സാധ്യതയും. അതുകൊണ്ട് ഈ വിളക്കിന് 2 തട്ടുകളുണ്ടെന്ന് പറയാം.
ശുദ്ധ ചൈതന്യമായ ആത്മാവിൽ തന്നെയാണ് എല്ലാ അറിവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിളക്ക് തൂക്കിയിരിക്കുന്നത് ആത്മാവിലാണെന്ന് പറയാം. എന്നാലും ഓരോ ഇന്ദ്രിയവും അനുഭവിക്കുന്നത് ആ ആത്മാവിൻ്റെ ശുദ്ധമായ ചൈതന്യത്തെയല്ല, അതിനെ മറയ്ക്കുന്നതായ ഐന്ദ്രിക സംവേദനങ്ങളാൽ വ്യഷ്ടിഗതമായി തീരുന്ന വിഷയങ്ങളെയാണ്. വിഷയങ്ങളെല്ലാം സുഖത്തെ ജനിപ്പിക്കുന്നത് പോലെ ദുഃഖത്തെ ഉണ്ടാക്കുവാനും സമർത്ഥമാണ്. ഈ വിഷയത്തിന് ഭൂതകാലത്തിലും ഭാവിയിലും അതിൻ്റെ പ്രയോഗശക്തിയുണ്ട്. ഭൂതകാലത്തിലെ വിഷയാനുഭവങ്ങൾ സംസ്കാരമായി ഉള്ളിലിരിക്കുന്നു. അതുതന്നെ വർത്തമാനകാലത്തിൽ സുഖേച്ഛയായും ദുഃഖഭയമായും മനസ്സിനെ പ്രാപിക്കുന്നു. ഭാവിയെ അത് ആശങ്ക കൊണ്ടും ആശ കൊണ്ടും നിറയ്ക്കുന്നു. സംസ്കാരം പഴകുമ്പോൾ അതുതന്നെ വാസനയായിത്തീരുന്നു. ഈ വാസനയാകുന്ന എണ്ണയിൽ എരിയുന്ന 5 തിരികളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ ദുഃഖസത്യം മറക്കാവുന്നതല്ല. എന്നിരുന്നാലും ഈ പ്രാപഞ്ചികതയുടെ നിഴലിന് ആധാരമായിരിക്കുന്നത് ആത്മപ്രകാശം തന്നെയാണെന്നുള്ളത് അന്വേഷകനെ സംപ്രീതനാക്കേണ്ടതാണ്.